ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊക്കെയൊക്കെ ഒരു പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും എന്നാൽ ഒരു വെറൈറ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് തേങ്ങയും ഒരു ചെറിയ കഷ്ണം ജിഞ്ചറുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജിഞ്ചറും നമ്മുടെ ആ തേങ്ങയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ എടുത്തിരിക്കുന്ന 1 കപ്പ് അളവിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 3-4 ഐസ് ക്യൂബും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ, തേങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്കിതിനെ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല, ഇതിനെ ഇങ്ങനെ വെച്ച് അരച്ചെടുക്കാവേ. പിന്നെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മൾ അരച്ചെടുക്കുന്ന ഈ സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിനകത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഓർത്തേക്കണേ. അപ്പോൾ ഇതിനെ ഇവിടെ തുറന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഏകദേശം തേങ്ങയും ആ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇവിടെ അരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കിതിനെ അരച്ച് നന്നായിട്ട് എടുക്കാവേ. അപ്പോൾ ഇതിവിടെ വെള്ളവും കൂട്ടി അരച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെയാണ് കേട്ടോ അരഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങയും ഇഞ്ചിയും എല്ലാം ആ ഏലക്കയൊക്കെ നന്നായിട്ട് ഇവിടെ അരഞ്ഞിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്നൊരു കപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടേ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇനി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ 2 ഗ്ലാസ്സിലേക്കും കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിയാ സീഡ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടുമ്പോൾ നല്ല സൂപ്പർ ഒരു തണുപ്പ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഹെൽത്തിയും വെറൈറ്റിയും എന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.